എന്തായാലും ഇപ്പം നമ്മളെ ട്രിപ്പ് പാളി നിലമ്പൂർക്ക് ആകെ സീനായി. എന്തായാലും ഇവിടെ കൂട്ടിലല്ലൊരു ചേവലുണ്ട്, അതിനെ പിടിച്ചാലോ അവിടെ ഇതിനെ കുക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാവും, പുളിക്കൂലേ? നമുക്ക് തുടങ്ങിയാലോ? എന്തായാലും അറിഞ്ഞിട്ടില്ല, നീ ചൊച്ചട്ട് അറിയിപ്പിച്ചല്ലേ പ്ലീസ്. നമ്മളെ കോയിനെ വെള്ളം അടിച്ച് പറ്റിക്കാണ്, ഇതിനെ കൊണ്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത തോന്നുന്ന കാലൊന്നിട്ട് കിട്ടിയിരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് തുടങ്ങുകയാണ്. അത് വെറുതെ എടുത്താട്ടാ കോയിനെ. നമ്മ എന്നെ തച്ചു കോയിനെ കെട്ടില്ല. നമ്മ എന്നേക്കാൾ സ്നേഹത്തോടെ വളർത്തുന്ന കോഴിയാണ്. നമ്മളെന്തായാലും കടയിൽ നിന്ന് കണ്ട ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പളേ പറഞ്ഞത് ഇത് സ്റ്റാർട്ടിങ്ങിൽ മുടക്ക് പറഞ്ഞാടല്ലേ ഞാൻ കോഴിയെടുത്ത് എറിയും. അവിടേക്ക് വെക്ക്, ഏതാ മോയൻ തെച്ചിട്ട് അങ്ങോട്ട് വെക്കേ വെക്കണോ ഓത്തെ. വെട്ടല് കഴിഞ്ഞെങ്കിൽ പറയാം, വെള്ളം പറഞ്ഞുതരാം. കാര്യമുള്ളൂ അല്ലേ? തിന്നുമ്പോ ഇല്ലല്ലോ അല്ലേ? അത് കിട്ടിയല്ലോ അല്ലേ? ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഞാനല്ലേ പറയുന്നത് നമ്മൾ തേക്കാൻ, പിന്നെ തേക്കാൻ കറക്റ്റ് തേക്കാൻ. എത്ര കുട്ടികളെ തേച്ചിട്ടുണ്ട്, അതേമാതിരി തേച്ചാൽ മതി. അപ്പൊ ഉമ്മ പേരിലല്ല പണി എടുപ്പിച്ചല്ലേ?
ഉമ്മ 2 കൊല്ലം എറണാകുളത്ത് ഉള്ളിക്കൂട്ടാനേ ഡെയിലിയോ? നേരം പോലത്തെ അപ്പത്തേക്കുള്ളേ, വൈകുന്നേരം ചോറ്റക്കുള്ളേ. ഇതൊരു മെച്ചുണ്ടായിക്കോണാണ് കിട്ടും. കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാനായിട്ടല്ല, വെള്ളം വരാക്കാനാണ്. കട്ടിയില്ല ഞാൻ കട്ടി ചേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞുണ്ടാക്കിയാണ് ആവേശം നോക്കിട്ട് മതിയോ. പിന്നെ ഞാൻ അരിയണം നല്ലത് കട്ടിങ്ങിനെല്ലാം മുറിച്ചെടുക്കാൻ. ക്യാരറ്റ് പൊട്ടിച്ച് തിന്നൂലേ ചെങ്ങായങ്ങൾ ആവശ്യമുള്ള അറിയില്ല. മാഞ്ഞിനെ ക്യാമറ ക്യാരറ്റ് കീസിലിട്ടോ ഇടാണ്ടായില്ല. കൊള്ളായിരുന്നു, പക്ഷെ അഭിനയം കുറച്ച് മാളി അറിയില്ല. അപ്പൊ ഞങ്ങള് ചിക്കൻ സെറ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യട്ടെ. കല്ല് പോകുന്നു. ഞാൻ ഈ കോടാറ്റിട്ടാണെന്നേലും കരുതാ. എന്ത് എന്റെ കുറച്ചിൽ വെള്ളമില്ലല്ലോ, ഇനി പിന്നെ ചരലാണല്ലോ. സഹിച്ച പോലെ പെരിയിലൊരു ബക്കറ്റും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചെടുക്കാത്ത പോലെ ഇവിടെ വന്നിട്ട് വീട് കാണാനായിരുന്നു. ഓനെ കൊല്ലും അല്ല അത് നല്ല സ്കീമാണ്. അടുത്തോ അപ്പൊ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങള് കുക്കിംഗ് പരിപാടിൻ്റെ അടിയിൽ ഒരു അതിഥി വന്നു. മാമാ സുരേഷ് പറയുന്ന മാതിരി മഴ. അപ്പോൾ മഴക്ക് ഒരു ടാർപ്പായി ഒരു ഫ്ലെക്സ് ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കാണാം. ഇപ്പം സമയമല്ല, അതാ മഴ. ഒന്ന് തേങ്ങ നമ്മളുടെ ചട്ടിനി ഇത് ഞാൻ കൊണ്ടുപോകാം.
അപ്പോൾ നമ്മളെ പരിപാടി അടപടല ഒന്നും കൂടെ മൂഞ്ചി. നല്ല ഗംഭീരമായ മഴയായിരുന്നു. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിക്കൻ്റെ പരിപാടി തുടങ്ങുന്നതാണ്. അപ്പോൾ മഴ ഒന്ന് ആസ്വദിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. നല്ല തണുപ്പുണ്ട്, കുറേ കാലമായി മഴ ഉണ്ട്. ആ ചിക്കൻ മാറ്റിക്കോന്ന്. ചിക്കനൊക്കെ കുറച്ച് മണ്ണ് ഇട്ടുകൊണ്ടു എൻ്റെ ചങ്കിന്റെ വക. ഇല്ലല്ല മണ്ണില്ല. ഈ കറുപ്പ് മീൻ എന്താണ് അതിൽ കിടക്കുന്നത്? കുരുമുളകും പൊടിയാണ്. കുരുമുളകും പൊടിയാണ്. അപ്പോ ഞങ്ങള് മയക്ക് ചെറിയൊരു കമ്മി ഉണ്ട്. അപ്പൊ ഞങ്ങളെ ചിക്കൻ ഒന്ന് എന്തേലൊക്കെ ഒന്ന് ആക്കി തീർക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പൊ നമ്മള് ആദ്യം അടുപ്പ് കത്തിക്കാനുള്ള ഒരു തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. അല്ല, അടുപ്പ് കത്തിക്കട്ടെ ആദ്യം. അപ്പൊ നമുക്ക് അടുപ്പ് കത്തിച്ചാൽ കുറച്ച് റിസ്ക് ആണ്. കാരണം ഈ വെള്ളമായത് കാരണം കുറച്ച് റിസ്ക് ഉണ്ടാവും. നമുക്കൊന്ന് കുറച്ചു നേരം പണിയെടുക്കേണ്ടി വരും, എന്നാലും ഇപ്പൊ നടക്കുള്ളൂ. നമുക്ക് അതിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ. ഭാഗം കത്തിച്ചേ മുതി തൈക്കൊണ്ടേട്ടോ. ഞാനെന്തേലും പറഞ്ഞ ഒറ്റ ചവിട്ടിന് ചുമരുമ്പോ കിടക്കുന്നു. ഈ എന്റെ പേരെന്നെയാണ് തൊള്ളിയിൽ വരുന്നത്. ഈ എന്താ ഇതെന്നാവും. അമ്മ എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, അതോട്ടാണ് ഒന്നും. ഇങ്ങനെയാണ് മിക്കവാറും. വേണ്ടത് കഴിക്കുക, നിങ്ങൾ കഴിക്കും. അന്ന് മീൻ തിന്നാത്ത മാതിരിനെ ചതിക്കരുത്. ഉള്ളിലേക്ക് മറ്റേ സാധനങ്ങളൊക്കെ ഇടില്ല. എന്തൊക്കെയാ ഒറ്റുണ്ട് കാറൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കിയത്. ഇങ്ങനെ അങ്ങനെയല്ല വെക്കണ്ടേ. അങ്ങനെ വെക്കുക. നമ്മൾ ചേർക്കേണ്ട ഒരു സാഹിത്യങ്ങളാണ്. ഇതിലൊന്നും സാഹിത്യം ഇത് പെയ്ക്കാവുന്ന പണി കിട്ടില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ സഹിക്കും. കണക്ക് പോയി എന്തായിരുന്നില്ല. എന്നെ കിട്ടിയില്ലല്ലോ. ആരോടാന്ന് അറിയില്ലല്ലോ. അർഷാനെ മറ്റേ പന പേരെന്താണ്? മറ്റേ ഭാഷയില്ല കടയിലേക്ക് ഒരു മാന്യനാണ്. സൈക്കോളജിക്കൽ മൂവ് എല്ലാവരും സൈക്കോളജി അടിച്ചു നമ്മൾ തടിമൊക്കെ പഠിച്ചിക്കൂല. നമുക്ക് ചെറിയ കമ്പളച്ചാ മതി. ചെറുതല്ലേ ചെങ്ങായി ഫോൺ ഒഴിവാക്കിന്റെ പുടി. പച്ചമരം പൊട്ടിച്ചാൽ ഞങ്ങൾ ഈ വർഗം തോടിന്റെ അത്രക്ക് വല്ലതും പൊട്ടിച്ചാ ഞാൻ അങ്ങനെ കുടിച്ചാ കജോട്ട് പൊട്ടിച്ചാ മൂശി പൊട്ടിച്ചാ ചെങ്ങാഴ്ച തൈക്കോട്ടെ കോഴി അങ്ങനെയാണ് തരുന്ന തരും. കാണും മൂശി പിടിച്ചാ അവിടെ ഞാൻ കുടിച്ചാ മണ്ണൊക്കെ മാറ്റി വെക്കട്ടെ. ഇപ്പൊ തണ്ടാ എം ഡി അങ്ങോട്ട് വെക്കും. എം ഡി മാനം കേടും. ചിക്കൻ തരുന്നോ ഒരു 5.5 കട്ടക്ക് അടിച്ചാ പൊട്ട
പൊട്ടിച്ചടാ വലിയ വീഡിയോ എടുക്കുന്നാടോ മാനം കിടും കോടി ജനങ്ങൾ കാണും ഒക്കെ ഒരു പേടി മൊയ്യും മൊയ്ഞ്ഞ മാറും റെഡ് ബ്ലാക്ക് ഉള്ളു അർച്ചനേക്കാളും മൂത്തതാണ് മൂസിന് കിട്ടിയാ നല്ല കിട്ടും മൂസിന്റെ ഒക്കെ ചവിട്ടാ കരപ്പല്ലിനീരൊക്കെ ഒന്നാവും ചെറുക്കം ഒരു ടറാണ്. അപ്പൊ നമ്മളെ ചിക്കൻ എടുക്കാനായിട്ടുണ്ടാവും നമുക്ക് നല്ല ചൂടുന്നുണ്ടോ കൈ കൊള്ളണോ? സാധനം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടതിനെ മനസ്സിലാവും, സുന്ദരിയായിട്ട് കണ്ടതിനെ ഞങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് അഹങ്കാരമൊക്കെ ആവട്ടെ, നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് മറ്റേത് കഴിക്കട്ടോ. നിങ്ങൾ വീഡിയോ എടുത്ത് അവിടെ നിന്നോളി, ഞങ്ങളിത് കഴിക്കട്ടെ. അങ്ങനെയല്ല എല്ലാരും വാ ദൃശ്യ ഒന്ന് ചൂടാ കുടം കൊണ്ടുവരും. കുടം ചെറിയൊരു പീസ് ഇവിടുന്ന് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും, നല്ല ടെൻഡറാണ്. നല്ല പീസ് സാധനമാണ്. ഇത് നമ്മൾ ഈ സോസിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കടാ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മീൻ ചുട്ട മാതിരിയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ആയതുകൊണ്ട് ഞങ്ങളല്ല ഞാൻ ചുട്ടത്, മൂന്ന് ചുട്ടത്. ഇപ്പം പറയാൻ പറഞ്ഞിട്ടാണെന്ന് പറയുന്നില്ല. മൂന്ന് പോട്ടത് അപ്പൊ രണ്ട് ചിക്കനും വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടെണ്ണത്തിൽ ഒന്നിപ്പോ തിന്ന് കഴിയാനായിട്ടുണ്ട്. ഇപ്പൊ പ്രതീക്ഷിച്ചിലും കൂടുതൽ മറ്റേ അടിപൊളിയായി എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞ മോശമാണ് പറഞ്ഞ് പറയണം. നമ്മൾ എന്തായാലും കളറായിട്ടുണ്ട്, നല്ല രസമുണ്ട് ഫുഡ്. അന്ന് മീൻ വെച്ച മാതിരി പാളിയതൊന്നുമില്ല. പിന്നെ മറ്റേ നല്ല മഴ ഉണ്ടായിരുന്നു, അതിൻ്റെ അടിയിൽ നല്ലൊരു മഴ വന്നു. ഒക്കെ സ്വീപ്പായി, ഫുള്ള് മഴയായിട്ട് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. ഒക്കെ പോയി ഈയൊക്കെ കത്തി പിടിച്ചാൽ കുറേ ടൈം എടുത്ത് അവസാനം അങ്ങനെ റെഡിയായി. ചിക്കനും വെച്ച് കഴിച്ച് ഒക്കെ ശുഭം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. കരുതി ഞങ്ങൾ ഇത്ര ഒന്നും കരുതിയില്ല, പക്ഷെ എന്നാലും പരിപാടി അടിപൊളിയായി പോകും. നല്ല ടേസ്റ്റ് ഉണ്ട്. മോനിന്റെ ഫുഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്രക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, മറ്റേ മീൻ പൊരിച്ചല്. അത് ചെറുതായിട്ടൊന്ന് പാളി, ചെറുതായിട്ടല്ല നല്ലോണം പാളി. അതുകൊണ്ട് നമുക്ക് അത്രക്ക് ഇത് കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഉഷാറായിരിക്കുന്നു. ഒരു രക്ഷയില്ല പുള്ളി. എനിക്കത് കേട്ടാ മതി, സന്തോഷം. സംഭവം നൈസായിരുന്നു. ഞങ്ങൾ ഇനി മോനുവിനെ ഞങ്ങളുടെ എന്താ പറയുക ഒഫീഷ്യൽ ഷെഫായിട്ട് റെക്കമെൻഡ് ചെയ്ത് ഫോർച്യൂൺ ട്രാവലറിയും ഷെഫ് പിന്നെ ഷെഫാൻ ഒരു വീട് പറഞ്ഞോ ഒഫീഷ്യൽ പാർട്ണർ ആക്കിയിട്ടുണ്ട്. എന്തായാലും അത്രയും നന്നായിട്ട് ഇന്നത്തെ കുക്കിംഗ് എന്തായാലും വൻ വിജയമായിട്ടുണ്ട്. അവസാനം